തിരുവനന്തപുരത്ത് കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ MMC അഥവാ മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് ആയി മാറി എന്നതാണ് മോദിയുടെ ആക്ഷേപം. മാവോയിസ്റ്റുകളെക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളുമാണ് കോൺഗ്രസ് എന്നാണ് മോദി ആരോപിക്കുന്നത്. കോൺഗ്രസും ലീഗും കേരളത്തെ വർഗീയതയുടെ പരീക്ഷണശാലയാക്കി എന്നുകൂടി മോദി വിമർശിക്കുന്നു. इसलिए देश में आज कांग्रेस को एमएमसी यानी मुस्लिम लीगी माओवादी कांग्रेस कहा जा रहा है। आपको कांग्रेस से भी बहुत सतर्क रहना है। ये मुस्लिम लीगी माओवादी कांग्रेस के लोग केरला को अपनी लैब बना रहे हैं। कांग्रेस यहां केरला में भी कट्टरपंथियों को बढ़ावा दे रही है. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ് റഷീദ്, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വർഗീയ വിദ്വേഷ പരാമർശങ്ങളൊക്കെ ആയിരുന്നു കേരളത്തിൽ വലിയ ചർച്ച. ഇതാ പ്രധാനമന്ത്രിയും എത്തി, അതാണ് പറയുന്നത്. കോൺഗ്രസും ലീഗും കേരളത്തെ വർഗീയതയുടെ പരീക്ഷണശാലയാക്കി എന്നതാണ് മോദിയുടെ ആക്ഷേപം. വിനിത, ഒരു തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേദിയിൽ പ്രസംഗിക്കുന്ന രീതിയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. മുഴുവൻ രാഷ്ട്രീയം കൂടി പറഞ്ഞുള്ള ഒരു പരിപാടി. ആ പരിപാടിയിലാണ് കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത്. അതിൽ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യമാണ് M for മുസ്ലിം ലീഗ്, M for മാവോയിസ്റ്റ്, C for കോൺഗ്രസ്. MMC എന്ന ഒരു വാക്ക് കൊണ്ടുവന്ന് അവരെക്കാൾ, മുസ്ലിം ലീഗിനേക്കാൾ വർഗീയത പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറി എന്ന തരത്തിലായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രചാരണം. ഒപ്പം LDFനെതിരെയും അദ്ദേഹം രാഷ്ട്രീയമായി തന്നെ പറഞ്ഞു. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, കോൺഗ്രസിന്റെ UDFന്റെയും LDFന്റെയും കൊടി രണ്ടാണ്, നിറം വേറെയാണ്, ചിഹ്നം വേറെയാണ്, പക്ഷേ അവരുടെ അജണ്ട ഒന്നാണ്. അതായത് UDFും LDFും ഒന്നാണ്. അതുകൊണ്ട് മൂന്നാമതായുള്ള NDAക്ക് ഒരു അവസരം നൽകണം എന്നാണ് മോദി ആവശ്യപ്പെട്ടത്. വിനിത, ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.